ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ടെട്രാസൈക്ലിൻ സോൾട്ടുമായിട്ട് മിക്സ് ചെയ്ത് ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആൻറ്റിബയോട്ടിക് ആണ്, ടെട്രാസൈക്ലിൻ 500 mg ആണ്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനാണ്. മെയിനായിട്ടും ഗിൽ റോട്ട്, ടെയിൽ റോട്ട്, ഫിൻ റോട്ട്, ഡ്രോപ്സി, സെപ്റ്റിസീമിയ, അതുപോലെ തന്നെ ഇന്റേണൽ ബോഡി അൾസറുകൾ, ഇത്തരം കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് ആഡ് ചെയ്യേണ്ട അളവും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാപ്സ്യൂൾ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്താണ് നമ്മൾ ഹോസ്പിറ്റൽ ടാങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതോടൊപ്പം ചിലർ സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ അടുത്തൊരു യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ആൻറ്റിബയോട്ടിക് അക്വേറിയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ സോൾട്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം വേറൊരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടെട്രാസൈക്ലിനും സോൾട്ടും ഒരുമിച്ച് ഒത്തുപോകില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ ഒരു ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്കും സോൾട്ടും തമ്മിൽ ശരിക്കും യാതൊരു കെമിക്കൽ റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് സേഫ് ആണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോസേജ് ആണ്. നമ്മൾ ടെട്രാസൈക്ലിൻ്റെ ഡോസേജ് ആണെങ്കിലും സോൾട്ടിൻ്റെ ഡോസേജ് ആണെങ്കിലും അതിൽ നമ്മൾ കറക്റ്റ് ഡോസേജിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. ഒരിക്കലും അത് കൂടി പോകാനോ അല്ലെങ്കിൽ ഓവർ ഡോസ് ആവാനൊന്നും പാടില്ല. ഈ ആൻറ്റിബയോട്ടിക് ചില സാഹചര്യങ്ങളിൽ മീനുകൾക്ക് ചെറിയ സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട്. അതേസമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സ്ട്രെസ് കുറയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ കാരണത്താലൊക്കെയാണ് പല ആൾക്കാരും സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സോൾട്ടും ടെട്രാസൈക്ലിനും മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ സോൾട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അതായത് സോഡിയം ക്ലോറൈഡ്. ഇതൊരു മിനറൽ കോമ്പൗണ്ട് ആണ് എന്നുണ്ടെങ്കിലും ഇതിനെ ഒരു മിനറൽ സോൾട്ടായിട്ട് കൺസിഡർ ചെയ്യാറില്ല. അതേസമയം മറ്റ് മിനറൽ സോൾട്ടുകളായിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനങ്ങളാണ് കാൽഷ്യം, മെഗ്നീഷ്യം, അതുപോലെ തന്നെ പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഇത്തരം മിനറൽസ് വെള്ളത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ടെട്രാസൈക്ലിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മിനറൽസ് അടങ്ങിയ വെള്ളത്തിനെയാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് വാട്ടറിലാണ് നമ്മൾ ഈ ഒരു ടെട്രാസൈക്ലിൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയും. അതേസമയം സോഫ്റ്റ് വാട്ടറിലാണ് നമ്മൾ ടെട്രാസൈക്ലിൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല എഫക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യും. കാരണം സോഫ്റ്റ് വാട്ടറിൽ മിനറൽസിൻ്റെ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പോൾ ഹാർഡ് വാട്ടറിലുള്ള ഈ മിനറൽസ് എങ്ങനെയാണ് ഈ ടെട്രാസൈക്ലിൻ്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കുന്നതെന്ന് പറയാം. മെയിനായിട്ട് കാൽഷ്യം, മെഗ്നീഷ്യം എന്ന് പറയുന്ന മിനറൽസ് ആണ് ഈ ഹാർഡ് വാട്ടറിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹാർഡ് വാട്ടറിൽ ടെട്രാസൈക്ലിൻ ആഡ് ചെയ്യുമ്പോൾ ടെട്രാസൈക്ലിൻ ഈ കാൽഷ്യം, മെഗ്നീഷ്യമായിട്ട് ബൈൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെട്രാസൈക്ലിൻ്റെ എഫക്റ്റീവ്നെസ് കുറയാണ് ചെയ്യുന്നത്. മീനുകളുടെ ശരീരത്തിലേക്ക് ഈ സംഭവം പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യില്ല. ഇനി ഞാൻ ഈ സോഫ്റ്റ് വാട്ടറിനും ഹാർഡ് വാട്ടറിനും കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. മഴവെള്ളം എന്ന് പറയുന്നത് സോഫ്റ്റ് വാട്ടറാണ്. അതുപോലെ തന്നെ മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന സംഭരണികളോ ടാങ്കുകളോ അതുപോലെ തന്നെ കിണറുകളിലൊക്കെ ഉള്ള വെള്ളം എന്ന് പറയുന്നത് സോഫ്റ്റ് വാട്ടർ ആണ്. അതേസമയം ടാപ്പ് വാട്ടർ എന്ന് പറയുന്നത് അതിനകത്ത് കുറേ മിനറൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വരുന്നത് കൊണ്ട് അത് ഹാർഡ് വാട്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ബോർവെല്ലിൽ നിന്നുള്ള വെള്ളം നമുക്കറിയാം, അതൊക്കെ പാറയൊക്കെ തുറന്നിട്ടാണ് ഈ ഒരു വെള്ളം ഈ കുഴൽക്കിണറിൽ നിന്ന് വരുന്നത്. അതിൽ കുറേ മിനറൽസ് ഒക്കെ മിക്സ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബോർവെല്ലിലെ വെള്ളം ഹാർഡ് വാട്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് മറ്റ് വാട്ടർ ബോഡീസ് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ഈ പുഴകൾ, നദികൾ, അതിൽ കൂടെയൊക്കെ ഒഴുകി വരുന്ന വെള്ളം എന്ന് പറയുന്നത് ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയൺ അനുസരിച്ചാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെയുള്ള വെള്ളം അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ വെള്ളം എന്ന് പറയുന്നത് പൊതുവെ സോഫ്റ്റ് വാട്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിന്റെ വേറെ പല ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളം എന്ന് പറയുന്നത് സോഫ്റ്റ് വാട്ടർ അല്ല, അത് ഹാർഡ് വാട്ടർ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ അനുസരിച്ചാണ്. ഈ ഒരു പുഴകളും നദികളൊക്കെ ഒഴുകി വരുന്നത് ഈ മിനറൽ റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ആണെന്നുണ്ടെങ്കിൽ അത് ഹാർഡ് വാട്ടർ ആയിരിക്കും. അതിനകത്ത് നിറച്ച് മിനറൽസ് മിക്സ്ഡ് ആയിരിക്കും. ഇതുപോലെ മിനറൽസ് കുറഞ്ഞ പ്രദേശത്ത് കൂടെ ഒഴുകി വരുന്ന നദികളും പുഴകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. ഈ ഗൗരാമി, ബീറ്റ മത്സ്യങ്ങളെല്ലാം സോഫ്റ്റ് വാട്ടർ പ്രിഫർ ചെയ്യുന്ന മീനുകളാണ്. മാത്രമല്ല അവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ്. അതേസമയം ഹാർഡ് വാട്ടർ പ്രിഫർ ചെയ്യുന്ന മീനുകളാണ് ലൈവ് ബിയറേഴ്സ് അല്ലെങ്കിൽ പ്രസവിക്കുന്ന മീനുകളായിട്ടുള്ള ഗപ്പി, പ്ലാറ്റി, മോളി തുടങ്ങിയവ. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും ഞാൻ ക്വിക്കായിട്ടൊന്ന് പറയാം. സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മിനറൽസിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും. അതേസമയം ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മിനറൽസിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും, മെയിനായിട്ട് കാൽഷ്യം, മെഗ്നീഷ്യം. അപ്പോൾ മിനറൽ കണ്ടന്റ് കുറവുള്ള സോഫ്റ്റ് വാട്ടറിലാണ് ടെട്രാസൈക്ലിൻ ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതേസമയം മിനറൽ കണ്ടന്റ് കൂടുതലുള്ള ഹാർഡ് വാട്ടറിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറയും. അല്ലാതെ ഈ ഒരു ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്കും നമ്മുടെ സാധാരണ കോമൺ സാൾട്ട് അല്ലെങ്കിൽ അക്വേറിയം സാൾട്ട് നമ്മൾ മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ടെട്രാസൈക്ലിൻ്റെ എഫക്റ്റീവ്നെസ് കുറയുന്നില്ല. ഇനി ഈ ടെട്രാസൈക്ലിൻ്റെയും സോൾട്ടിൻ്റെയും ഡോസേജ് എന്ന് പറയാം. ഈ ടെട്രാസൈക്ലിൻ ആണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 10 mg ആണ് ആഡ് ചെയ്യേണ്ടത്. മൈൽഡ് ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ. കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള സീരിയസ് ട്രീറ്റ്മെൻറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 20 mg ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സോൾട്ട് മിക്സ് ചെയ്യേണ്ട ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട് എന്ന അളവിലാണ്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഡോസ് എന്ന് പറയുന്നത്. പക്ഷേ പല ആൾക്കാരും ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാറില്ല. കാരണം മീനുകൾക്ക് സ്ട്രെസ് വരുമോ എന്നുള്ള പേടി കൊണ്ടാണ്. ശരിക്കും അങ്ങനെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പല ആൾക്കാരും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ടെട്രാസൈക്ലിൻ മാത്രം കൊടുത്ത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സോൾട്ട് ആഡ് ചെയ്യണമെന്നില്ല.
അപ്പോൾ ഈ ടെട്രാസൈക്ലിൻ സോൾട്ടും യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മൾ ഫുൾ ഡോസാണ് കൊടുക്കേണ്ടത് സോൾട്ടും ടെട്രാസൈക്ലിനും. എയറേഷൻ മസ്റ്റായിട്ടും കൊടുക്കണം. കാരണം ഈ ആൻറ്റിബയോട്ടിക് ഒക്കെ വെള്ളത്തിൽ വരുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ ടാങ്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ടാങ്ക് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ദിവസം വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മീനിനെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. മൂന്നാമത്തെ ദിവസം 30% വാട്ടർ ചേഞ്ച് കൊടുത്തിട്ട് വീണ്ടും ടെട്രാസൈക്ലിൻ ഫുൾ ഡോസ് കൊടുക്കുക. സോൾട്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നാലാമത്തെ ദിവസം വീണ്ടും നമ്മൾ മീനിനെ ഒബ്സർവ് ചെയ്യുക. അഞ്ചാമത്തെ ദിവസം 50% വാട്ടർ ചേഞ്ച് കൊടുത്ത് വീണ്ടും ടെട്രാസൈക്ലിൻ ആഡ് ചെയ്യുക. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. മീൻ റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കൺക്ലൂഷനായിട്ട് പറയുകയാണ്, ഈ ഒരു ടെട്രാസൈക്ലിനും സോൾട്ടും കൂടി മിക്സ് ചെയ്ത് ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സോഫ്റ്റ് വാട്ടറിലായിരിക്കും ടെട്രാസൈക്ലിൻ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. ഹാർഡ് വാട്ടറിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.